ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ്. ഇതിൽ ഇന്നത്തെ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്കും കൂടെ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്തേക്ക്. ഇന്നിപ്പോൾ രാവിലെ മോളെ സ്കൂളിലേക്കെല്ലാം വിട്ടതിന് ശേഷം ഞങ്ങളൊന്ന് വെറുതെ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിൽ നടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ മുമ്പൊക്കെ വളരെ റെഗുലറായിട്ട് ഇങ്ങനെ നടക്കാൻ വരുമായിരുന്നു കാലത്തെല്ലാം. പിന്നെ ഇപ്പോൾ കുറവാട്ടാ. എന്നുവെച്ചാൽ ചിലപ്പം മോളെല്ലാം വിട്ട് കഴിയുമ്പോഴേക്ക് വെയിലെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വെയിൽ ചൂട് കൂടുതലടിക്കുമ്പോൾ എനിക്ക് ഈ മൈഗ്രെയിൻ വരും കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ അതുള്ളവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ, നല്ല ബുദ്ധിമുട്ടാണ് മൈഗ്രെയിൻ. അപ്പോൾ ഞാനതുകൊണ്ട് ഒരുപാടങ്ങ് വെയിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കും, നടക്കാൻ പോക്കൊക്കെ ഒഴിവാക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈവനിങ് ഒക്കെ ചിലപ്പോൾ പോവും. പിന്നെ എല്ലാ ദിവസമൊന്നും ഞാൻ നടക്കാൻ പോവില്ല പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ ദിവസമൊന്നും പോക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ ജിമ്മിൽ പോവാത്ത ദിവസമാണ് ഞാൻ നടക്കാൻ പോക്ക് കേട്ടോ. അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ദിവസമാണെങ്കിൽ ഞാൻ ഈ ഒരു നടക്കാൻ വെറുതെ ഒന്ന് പോകുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കും. കാര്യം രണ്ടിനും കൂടിയിട്ട് സമയം കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ പാർക്കിൻ്റെ ഭാഗത്തായിട്ട് നടുവിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്, ഇതുപോലെയുള്ള ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയർസ് പോലെ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാട്ട. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോകണതേ അറിയില്ല. അപ്പോൾ ഈ ചൂടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നല്ല കാറ്റടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകുമല്ലോ, അങ്ങനെ സമയം പോണത് അറിയില്ല. അതുപോലെ ഞാൻ നേരത്തെ ഇരുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും കുറേ ബെഞ്ചസ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അതായത് ആ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെയും വന്നിരിക്കലുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആമയില്ലേ, ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലത്തെയുള്ള ആമ ഇങ്ങനത്തെ സാധനമൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ, അതിങ്ങനെ ഓരോ കല്ലുമൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാട്ടോ. ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ചില സമയത്തൊക്കെ 3-4 ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പുല്ലുമൊക്കെ ഇങ്ങനെ ഈ ആമയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും. നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. ആൻഡ് ഇതിൻ്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സാണ് ഉള്ളത്. പിന്നെ ഇങ്ങനത്തെ വഴി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം ഇങ്ങനെ ഈ പാർക്കുള്ളത് ഒരു അത്യാവശ്യം ഒരു വലിയൊരു പാർക്കാട്ടോ ഇത്. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മാങ്ങ എന്ന് പറയുമ്പം ഇവിടെ ഇപ്പോൾ മാങ്ങ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഷോപ്പിലൊക്കെ കിട്ടാനുണ്ട് കേട്ടോ മാങ്ങ. ഇന്ത്യയിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഈ മാങ്ങ. ഇത് നല്ല അത്യാവശ്യം പുളി ഉള്ള മാങ്ങ. ഇത് അച്ചാർ ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പം എൻ്റെ മിക്ക വ്ളോഗ്സിലും ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടാവും. കാര്യം എനിക്കെപ്പോഴും ഹോം മെയ്ഡ് അച്ചാറുകൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതില്ലാതെ വരുമ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കും. ഈ അച്ചാർ കഴിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ, പക്ഷേ എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചിലരെല്ലാം പറയില്ലേ, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ മതി, അങ്ങനെ മാത്രം അച്ചാർ കഴിക്കുന്നവരുണ്ടല്ലോ. പക്ഷെ ഞാനങ്ങനല്ല കേട്ടോ. എത്ര കറി ഉണ്ടെങ്കിലും ആ പ്ലേറ്റിൽ കുറച്ചൊരു അച്ചാർ വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക, കംപ്ലീറ്റ് ആവാത്ത പോലെയൊക്കെ തോന്നില്ലേ. ചിലപ്പോൾ കുറച്ചൊക്കെ കഴിക്കുള്ളൂ, പക്ഷെ എന്നാലും അതങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം എന്തിൻ്റെ കൂടെ ആണെങ്കിലും എനിക്ക് അച്ചാർ കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ വെറുതെ വേണമെങ്കിൽ അത് സ്പൂണിൽ കോരിയിട്ട് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പിക്കിള്. പിന്നെ ഈ പിക്കിള് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ പിക്കിളും ഒന്നും ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എനിക്ക് മീനിൻ്റെ അച്ചാർ ഇഷ്ടമാണ്. പിന്നെ മാങ്ങ, എന്താ പറയുക, പിന്നെ നെല്ലിക്ക ഇഷ്ടമാണ്. പിന്നെ നാരങ്ങയില്ലേ, നാരങ്ങ അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ കുഴപ്പമില്ല എന്നുള്ളൂ. പക്ഷേ ഇവിടെ നാരങ്ങ കുറച്ചെങ്കിലും കഴിക്കണത് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിനെല്ലാം ഇഷ്ടം മാങ്ങയും നെല്ലിക്കയൊക്കെ അച്ചാറുകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവിടെയെങ്കിൽ എനിക്ക് പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് നാരങ്ങാച്ചാർ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ ഈടെൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അതിൻ്റെ കൂടെയും മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ അതേ കൂട്ടുള്ളൂ കേട്ടോ. ആൾക്ക് കൂടുതൽ താല്പര്യം ഇതുപോലെയുള്ള മാങ്ങ അച്ചാറിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്.
അപ്പോൾ ഈ ഒരു പിക്കിൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു റെസിപ്പി ഒന്നും ഇല്ല ഇതിന്, ഒരു സാധാരണ ഒരു അച്ചാറാണ് ഇത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നില്ലേ അച്ചാർ ഞാൻ കഴിക്കും എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ അച്ചാർ ഇങ്ങനെ ഡെയിലി കോരി കോരി കഴിക്കും അങ്ങനല്ല കേട്ടോ. വളരെ കുറച്ചേ കഴിക്കുള്ളൂ, ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാലും ഈ ഒരു ചില സമയത്ത് ഇത് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൊടുവും കൂടി ഇല്ല കേട്ടോ. പക്ഷെ ഇത് ഇരുന്നില്ലെങ്കിൽ ഒരു സമാധാനക്കുറവ് പോലെയാണ് ഇത് അച്ചാറില്ലെങ്കിൽ. പിന്നെ തീരെ നിവർത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അച്ചാറിലേക്ക് ഞാൻ ഈ മാങ്ങേൻ്റെ കഷ്ണങ്ങളിലേക്ക് മുളകും കായവും ഉലുവയും ഉപ്പും അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കുറച്ചായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാൻ ഇത്രയും ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 3 weeks എങ്കിലും ആയിട്ടുണ്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. ഞാൻ ഇത്രയും ഒരു ഗ്യാപ്പ് എടുക്കാറില്ല സാധാരണയായിട്ട്. ഇങ്ങനെ ഇതെന്താ വെച്ചാൽ എനിക്ക് എന്താ പറ്റുക വൈറൽ ഫീവർ പിടിച്ചതാട്ടാ. അതിനുശേഷം നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ദിവസം അങ്ങനെ കിടപ്പായി. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എഡിറ്റ് നമുക്ക് പിന്നെയും ഒരുവിധമൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെയും കിടക്കുകയാണെങ്കിൽ കൂടെ ചെയ്യാമല്ലോ. പക്ഷെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ, വോയിസൊക്കെ ഒരു സുഖം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കാരണം എനിക്ക് വോയിസ് കൊടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാറൊന്നുമില്ല. അങ്ങനെ ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ, അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എവറി വീക്ക് അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടുമ്പോൾ എങ്ങനെയാണോ അവർ സെറ്റ് ചെയ്ത് വെക്കണം, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് അതനുസരിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ അങ്ങനെ ഭയങ്കര വലിയൊരു യൂട്യൂബറൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ കരുതി എനിക്ക് അപ്പം ചെയ്ത് ഇടാം, എഡിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഇതിലാണ് ഇത്ര ആൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ തീരെ നമുക്ക് വോയിസൊക്കെ പറ്റാണ്ട് കൊടുക്കാൻ വീഡിയോ ഇടണമെന്ന് തോന്നും. പക്ഷേ പറ്റാണ്ടാവുമ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, നേരത്തെ ഇത് ഞാൻ ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഒന്നും ചെയ്യണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്യാനായിരുന്നു എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് അച്ചാറിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായി. എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം എന്താ പറയുക വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ വേപ്പില ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മുപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിലർ കടുകെല്ലാം പൊട്ടിച്ചിടലില്ലേ, അതും നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ ഞാൻ അതിന് വേണ്ടി അത്ര സമയം എടുക്കാറില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി വെക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാട്ടോ ഇത്. അങ്ങനെ ഇപ്പോൾ അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരാഴ്ചയിലേക്ക് കുറച്ച് മസാലയൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഓർത്തത് ഇന്ന് വൈകുന്നേരം വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷെ ഞാൻ അരി കുതിർത്താൻ വേണ്ടിയിട്ട് ഇടാൻ മറന്നു പോയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 3 മണിയെല്ലാം ആകുമ്പം അരി ഒന്ന് എന്താ പറയുക അരച്ച് വെക്കാമല്ലോ. ഈവനിങ് ഉണ്ടാക്കാൻ നേരത്തെ അത് പൊങ്ങി വരും. ഈസ്റ്റ് ചേർത്തിട്ടല്ലേ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും അത് പൊന്തി വന്നോളും. ഇനിയിപ്പോൾ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് വേറൊന്നല്ല, ഇതിപ്പോൾ ഞാൻ കുറച്ച് മസാല ഒന്ന് റെഡിയാക്കി വെക്കേണ്ടതാണ്. ആ മസാല എന്ന് പറയുമ്പോൾ മീൻ വറുക്കാനുള്ള മസാല ഇല്ലേ, മീൻ വറുക്കാനുള്ള ഒരു ഇതില്ലേ എന്താ പറയുക മുളക് എല്ലാം കൂടി ഉള്ളത്. അപ്പം ഞാനിങ്ങനെ എല്ലാ ആഴ്ചയും ഇത് ചെയ്യലൊന്നുമില്ല. പക്ഷെ ചില ആഴ്ച നമുക്കറിയാമല്ലോ ഈ ഒരാഴ്ചയിലേക്ക് ഇനി നമുക്ക് കുറച്ച് തിരക്കുണ്ടാവുമോ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സമയം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കൂട്ടാ. ഇതൊന്നുമില്ല, ഞാൻ ഒരാഴ്ചയിലേക്ക് വേണ്ടുന്ന വളരെ കുറച്ച്, ഇപ്പം ഞങ്ങളിവിടെ 3 പേരല്ലേ ഉള്ളത്. അപ്പോൾ ആ 3 പേർക്ക് ആവശ്യമുള്ള മസാല, ഈ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി വെക്കും. ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക
ഈ ആ സമയത്തെടുത്ത് മീനിലേക്കാണെങ്കിൽ ചിക്കനിലേക്ക് ഞാനിത് എടുക്കാറില്ല, ഞാൻ വേറെ കൂട്ടാൻ യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് മീനിലേക്ക് ഇത് തന്നെയാണ് മീൻ വറുക്കാനുള്ളതിലേക്ക് ഇതാട്ടാ എടുക്കുക. അപ്പോൾ അങ്ങനെ ഇവിടെ മിക്കപ്പോഴും മീൻ ഉണ്ടാവും, ഒന്നെങ്കിൽ കറിയായിട്ടോ അല്ലെങ്കിൽ വറുത്തിട്ടോ അങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുമല്ലോ, എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഭയങ്കര ഈസി ആയിട്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ റെഡിയാക്കുന്നത് ഒരു 3 to 4 പ്രാവശ്യമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാല കേട്ടാ. എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അരഞ്ഞ് ചിലപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കാരണം ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ളതാട്ടാ ഞാൻ ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാട്ടാ അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. ഒന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ കൂടിയിട്ട് ചേർത്ത് കൊടുക്കും. വെള്ളം ചേർത്തിട്ട് അരക്കലില്ല ഞാൻ. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, ഞാൻ കണ്ടിട്ടുണ്ട് തോന്നുന്നു, അങ്ങനെ വെള്ളം ചേർത്ത് അരച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്കത് വെള്ളം ചേർത്ത് അരച്ച് വെക്കുന്ന ഒരു സമയത്ത് എനിക്ക് ആ മസാലേൻ്റെ ആ ഒരു ഫ്ലേവർ പോണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ചേർത്തിട്ടൊന്ന് അരച്ചേക്കും. പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയതാ. അപ്പം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഉള്ളത്. കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക, അത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം. പക്ഷെ കുഴപ്പമില്ല, നമ്മളിതൊന്നും എടുത്തിട്ട് മീനിലേക്കൊക്കെ ആക്കാൻ നേരത്ത് അതായിക്കോളും. മീനുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ കഴുകിയെടുക്കണതല്ലേ. പിന്നെ ഇതിലേക്ക് ഞാൻ നാരങ്ങ നീര് ചേർക്കൂട്ടാ ചില സമയത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം ആ ഒരു മീനിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കും, നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കും. അങ്ങനെ ചെയ്യട്ടെ. അല്ലാണ്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെള്ളവും അതുപോലെ നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ചേർത്തിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ എനിക്ക് ആ ഫ്ലേവർ പോണ പോലെ തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാഴ്ചയ്ക്കാണല്ലോ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞെടുക്കുമ്പം ആ ഒരു മസാലേൻ്റെ ആ ഒരു കുത്തല്ല ആ ഒരു ഇതില്ലേ, അത് ഫ്ലേവർ പോലെ അത് പോണത് എനിക്ക് അങ്ങനെ വലിയ രീതിയിലല്ല, എന്നാലും കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വെളിച്ചെണ്ണ ചേർത്തിട്ട് അരയ്ക്കുന്നതും അതുപോലെ തന്നെ നാരങ്ങ നീര് ഇപ്പോൾ ചേർത്ത് വെക്കാത്തത് തൊട്ട് ആവശ്യമുള്ളപ്പോൾ ചേർത്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഞാൻ മീനിലേക്ക് ചേർക്കാന്ന്. ഇതിപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കാണുന്നുണ്ടാവുമല്ലോ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത് ഈ ഒരു മസാല, അതങ്ങനെ ഉണ്ടാവുക കേട്ടോ. കാര്യം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പക്ഷേ ആ മീനൊക്കെ നമ്മളിപ്പോൾ കഴുകി എടുത്തിട്ടല്ലേ ഉള്ളൂ, അതുമ്മ ചെറുതായിട്ടൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ ആകുമ്പോഴേക്കും ഇത് ശരിയായിക്കോളും, അങ്ങനെ ഡ്രൈനെസ് ഒന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഇന്നത്തേക്കുള്ള മീനൊന്നുമല്ല, ഇത് നാളത്തേക്കുള്ള മീനാട്ടാ. ഞാൻ ഈ ഒരു മസാലേൻ്റെ ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിലേക്ക് മസാല തേച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. സാധാരണയായിട്ട് ഞാനിങ്ങനെ നാളത്തേക്ക് വേണ്ടുന്ന മീൻ ഇന്നത്തേക്ക് മസാല തേച്ച് വെക്കൊന്നുമില്ല കേട്ടോ. അത് ഒരു ടേസ്റ്റ് പോണ പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഫ്രൈ ആക്കുന്നതിന് കുറച്ച് മുന്നേ വെച്ചാൽ 1 മണിക്കൂറെല്ലാം മുന്നേ മാത്രമേ മീനിലേക്കൊക്കെ മസാല തേച്ച് അങ്ങനെ വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ തേച്ച് വെക്കും, വൈകുന്നേരം എടുക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യലുണ്ട്. അല്ലാണ്ട് ഒരു ദിവസം മുന്നേ വെച്ചിട്ട് ഇങ്ങനെ ഫ്രീസറിലേക്ക് വെക്കുന്ന സംഭവം ചെയ്യലില്ല. മസാല തേച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കലില്ല. അപ്പോൾ
ഇതിനിടയ്ക്ക് ഇന്നത്തേക്കുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നത്തേക്ക് ഉച്ചയ്ക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ എന്താ പറയുക, ഈ ഒരു സിങ്കിൻ്റെ താഴത്തെ ഭാഗമില്ലേ, സിങ്കിൻ്റെ അടിയിൽ, അവിടെ ഞാൻ ഇങ്ങനത്തെ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടോ, ഇങ്ങനത്തെ ഡെയിലി എടുക്കുന്ന ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു വാക്യൂം ക്ലീനർ കൊണ്ടിട്ടൊന്ന് വാക്യൂം ചെയ്ത് കൊടുക്കും. അതിൻ്റെ ആ ഒരു എഡ്ജ് അങ്ങനെ ഇങ്ങനെ നീണ്ടിട്ടിരിക്കുന്ന കാരണം നമുക്കിങ്ങനെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഒന്നും എടുക്കുകയൊന്നും വേണ്ടട്ടാ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഓരോരോ ഇടയിലേക്കൊക്കെ കയറ്റിയിട്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ഒരു വാക്യൂം ക്ലീനർ ഞാൻ ഈ വീട്ടിൽ എവിടെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. മുമ്പ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോസിലെല്ലാം ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം അത്. നമ്മളൊരു വട്ടം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നിൽക്കും കേട്ടോ. അത് നമുക്ക് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അത്. ഇപ്പം ഞാൻ ഈ ചെയ്തത് കണ്ടില്ലേ, ഞാൻ അതുമ്പോഴുള്ള ഒരു സാധനം പുറത്തേക്കൊന്നും എടുത്തിട്ടില്ല. ഇതിനിപ്പോൾ വളരെ ഭംഗിയിലൊന്നും ഓർഗനൈസ് ചെയ്ത് ഞാൻ വെക്കാറില്ല. അത് ഡെയിലി എടുക്കേണ്ടതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും അതങ്ങനെ പൊട്ടയായിട്ട് വെക്കാറില്ല. അത്യാവശ്യം ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ അത് ഇരിക്കൽ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഈ ഒരു സമയം കൊണ്ടൊന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നതാട്ടോ. ഇന്നിപ്പം ഉച്ചയ്ക്ക് ബീട്രൂട്ടിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടെല്ലാം നന്നാക്കിയിട്ട് ഉള്ളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പറിലിട്ടിട്ട് വേഗം ചെയ്തെടുക്കാമല്ലോ. ഈ ഒരു ചോപ്പർ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാട്ടാ. ഇത് ചോപ്പറായിട്ട് മാത്രം വരുന്നതല്ല, ഇതിൻ്റെ കൂടെ സ്മൂത്തി ബ്ലെൻഡറും കൂടി ഉണ്ട്. അങ്ങനെ വരും. ഞാൻ ഒത്തിരി നാളായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അതിന് ഒരു കുഴപ്പമില്ല, അത് കേടുവരുമോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളത്. അത് കടുകെല്ലാം പൊട്ടിച്ചതിന് ശേഷം ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും ഒക്കെ ചേർത്തിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ ബർണറിൽ മീൻ കറി ഉണ്ടാക്കാൻ കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അയല മീനാട്ടോ അത്. ഇനിയിപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനും കൂടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഈ ഷെയർ ചെയ്യണത് ലഞ്ച് ടൈമിലുള്ള കാര്യമാണ്. അപ്പോൾ ബീട്രൂട്ട് പേരിയും മീൻ കറിയും പിന്നെ ഫിഷ് ഫ്രൈയും ആയിട്ടാണ് ഇന്നത്തെ ഒരു ലഞ്ചിനുള്ളത്. ലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരിയില്ലേ വെള്ളപ്പത്തിനുള്ളത്, അതും കൂടിയിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും, വൈകുന്നേരം കുക്ക് ചെയ്യാനുള്ളൊരു സമയത്തേക്കിന് മുന്നൊക്കെ ഒരു ഞാൻ ചെയ്ത് വെക്കുന്നത് ഒരു 2 മണിയോളം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. 2 മണിയൊക്കെ ആയിട്ടുള്ളപ്പോഴാണ് ഞാൻ ചെയ്ത് വെക്കുന്നത്. ഒരു 5 മണിയെല്ലാം ആകുമ്പോൾ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ പറയുക, ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരാം. താങ്ക് യു. ബൈ.